വിഴിഞ്ഞത്ത് ടിപ്പറിൽ നിന്ന് കരിങ്കല്ല് തലയിലേക്ക് തെറിച്ചു വീണ് മരിച്ച അനന്തുവിന്റെ സംസ്കാരം ഇന്ന് നടക്കും. അനന്തു പഠിച്ച നിംസ് കോളേജിൽ ഇപ്പോൾ പൊതുദർശനം നടക്കുകയാണ്. സലീം മാലിക്കുണ്ട് വിവരങ്ങൾ നൽകാൻ. സലീം, അങ്ങേറ്റം വേദനയുണ്ടാക്കുന്ന വാർത്തയായിരുന്നു അനന്തുവിന്റെ മരണം. അതിലേക്ക് നയിച്ച സാഹചര്യവും അങ്ങേറ്റം ഗുരുതരമാണ്. ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണല്ലോ അനന്തു പഠിക്കുന്ന കോളേജിൽ. എന്താണ്, വീട്ടിലാണ് പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത്. എന്താണ് സലീം മാലിക് അതിന് വിശദാംശങ്ങൾ? ഗോപി, ഇപ്പോൾ കോളേജിലെ പൊതുദർശനം കഴിഞ്ഞ് തിരുവനന്തപുരം വിഴിഞ്ഞത്ത് മുക്കോലയിലെ അനന്തുവിന്റെ വീട്ടിലാണ് പൊതുദർശനം നടക്കുന്നത്. വലിയ വൈകാരികമായൊരു കാഴ്ചകൾക്കാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. കാരണം ഈ റോഡും ആ വീടുമായി ബന്ധപ്പെട്ട പരിസരമൊക്കെ ജനങ്ങളാൽ തിങ്ങി നിറഞ്ഞ് അത്രയധികം വലിയ ആൾക്കൂട്ടം ഇവിടെയുണ്ട്. ഈ വീടിന്റെ എല്ലാമായിരുന്ന ചെറുപ്പക്കാരനായിരുന്നു അനന്തു. ഈ വീട്ടിൽ അനന്തുവും അമ്മയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അച്ഛൻ വിദേശത്തും സഹോദരി വിവാഹശേഷം മറ്റു ജില്ലയിലുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും അമ്മയ്ക്കൊപ്പം നിന്ന ചെറുപ്പക്കാരനാണ്, 24-കാരൻ. ഇന്നലെ 8 മണി സമയത്തോടെ കോളേജിലേക്ക് പോകുമ്പോഴാണ് ആകസ്മികമായി ആ വാഹനം ഈ ടിപ്പറിൽ നിന്ന് പാറക്കല്ല് തെറിച്ചു വീണ് അനന്തു മരിക്കുന്നത്. അങ്ങനെ അതിനുശേഷം പിന്നീട് ആ കോളേജിലേക്ക് തന്നെ വലിയ ആഹ്ലാദത്തോടുകൂടി പോയ അനന്തു ആ കോളേജിലേക്ക് ചേതനയേറ്റ ശരീരമായി പോയപ്പോൾ അനന്തുവിന്റെ വിദ്യാർത്ഥികൾ നിറകണ്ണുകളോടെയാണ് അനന്തുവിനെ അവിടെ നിന്ന് യാത്രയാക്കിയത്. ഏറെക്കുറെ അതിന് സമാനമായ, അതല്ലെങ്കിൽ അതിനേക്കാൾ വലിയ വൈകാരികമായ രംഗങ്ങൾക്കാണ് നമുക്ക് ഇവിടെ നിന്ന് സാക്ഷിയാവാൻ കഴിയുന്നത്. കാരണം അത്രയും വലിയൊരാൾക്കൂട്ടം ഈ നാടിന്റെയൊക്കെ പ്രിയപ്പെട്ടവനായിരുന്നു എന്ന് ഇവിടുത്തെ ഓരോരുത്തരുടെയും കണ്ണുകൾ തന്നെ പറയുന്നുണ്ട്. അവർ അത്രയും വലിയ സങ്കടക്കടലിൽ ഈ നാട്ടുകാരാകെ പോകുന്നൊരു സാഹചര്യമുണ്ട്. മാത്രമല്ല അവിടേക്ക് ഇതിന് തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ വിഴിഞ്ഞം പോർട്ടും അതിന്റെ ഗേറ്റും ഉള്ളത്. അവിടെ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഇപ്പോഴും നിരന്തരം തുടർച്ചയായി നടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ നിലയിൽ ആണ് ആളുകളൊക്കെ ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി ഇവിടേക്ക് എത്തും എന്നറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ ഇവിടെയുണ്ട്. സർക്കാർ മറ്റ് തീരുമാനങ്ങൾ എടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദുഃഖത്തിന്റെ ഭാഗമായി നമ്മളെല്ലാവരും പങ്കുചേരുന്നു. നമ്മുടെ എല്ലാവരുടെയും ആവശ്യം പോലെ തന്നെ അത് ഇനി ഒരിക്കലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത് എന്നുള്ള ആഗ്രഹം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തോടൊപ്പം നമ്മളെല്ലാവരും ഉണ്ടാകും, നഗരസഭയും അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഉണ്ടാകും. മറ്റു കാര്യങ്ങളെല്ലാം സർക്കാർ ആലോചിച്ച് ബഹുമാന്യനായ മന്ത്രി കൂടി വന്നതിന് ശേഷം അദ്ദേഹം അറിയിക്കുന്നതായിരിക്കും. ഗോപി, അങ്ങനെ അല്പസമയത്തിനകം തന്നെ മന്ത്രി വി ശിവൻകുട്ടിയും ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ തന്നെ ഈ ഗതാഗത വകുപ്പ് മന്ത്രി 24-നോട് തന്നെ വ്യക്തമാക്കിയതായിരുന്നു ഈ വിഷയത്തിൽ RTOയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. RTO ഇന്ന് തന്നെ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് നടന്നത് എന്നുള്ളതാണ്. ഒരു വാഹനം അത് അമിത വേഗത്തിൽ പോകുന്നു എന്നുള്ളത് മാത്രമല്ല, വാഹനത്തിൽ കയറ്റാവുന്നതിലധികം ലോഡ് കയറ്റിപ്പോയതുകൂടി ഈ അപകടത്തിന്, ഈ ദാരുണമായ സംഭവത്തിന് ഇടയാക്കിയതാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം സ്വാഭാവികമായി നാട്ടുകാരുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ട്. ഇന്നലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധം ഈ വിഴിഞ്ഞം തുറമുഖത്തേക്ക് നടന്നതാണ്. ഇന്നിപ്പോൾ ആക്ഷൻ കൗൺസിലിന്റെ, അതായത് ഇവിടുത്തെ നാട്ടുകാരുടെയൊക്കെ നേതൃത്വത്തിൽ ആ നിലയിലൊരു പ്രതിഷേധം നടന്നതാണ്. ഇപ്പോൾ ഈ വീട്ടിൽ ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇവിടേക്ക് പുറത്ത് നിൽക്കുമ്പോൾ തന്നെ അകത്തെ നിലവിളികൾ കേൾക്കാൻ കഴിയും. അത്രയധികം വലിയ ഒരു സങ്കടക്കടൽ ഇവിടെയുണ്ട്. ഈ 11 മണി കഴിയുന്നതോടുകൂടി ഇവിടെ നിന്നും ഈ മൃതദേഹം ഈ സംസ്കാരത്തിനായി കൊണ്ടുപോകും. അത് ഈ മതപരമായ ചടങ്ങുകളുടെ കൂടി അടിസ്ഥാനത്തിൽ അതിന്റെ സമയക്രമം കൂടി പാലിച്ചായിരിക്കും 11 മണി കഴിയുന്നതോടുകൂടി പോവുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്ന അനന്തുവിന്റെ മൃതദേഹം ഇന്നലെ രാത്രി തന്നെ നിംസ് ആശുപത്രിയിൽ, അനന്തു പഠിക്കുന്ന ആശുപത്രിയാണ്, നിംസ് ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. അതിനുശേഷം അവിടെ നിന്നും ഇന്ന് പുലർച്ചെ 8 മണിയോടുകൂടി പൊതുദർശനം ആരംഭിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നതെങ്കിലും അനന്തുവിന്റെ സുഹൃത്തുക്കളും അവിടുത്തെ ജീവനക്കാരും ഒക്കെ വളരെ നേരത്തെ തന്നെ ആശുപത്രിയിലേക്ക്, നിംസിലേക്ക് എത്തിയതിനെ തുടർന്ന് വളരെ നേരത്തെ തന്നെ അവിടെ പൊതുദർശനം ആരംഭിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഒരു വലിയ ജനസഞ്ചയം ഇവിടെ അനന്തുവിനെ യാത്രയാക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. വിദേശത്തുള്ള അച്ഛൻ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഓരോരുത്തരും ഇങ്ങനെ അനന്തുവിനെ അവസാന യാത്രാമൊഴി നൽകി ഇവിടെ നിന്നും പോകുന്ന കാഴ്ച കാണാൻ കഴിയും. അതേസമയം പ്രതിഷേധങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനിയും ഈ ഇവിടുത്തെ യുവജന സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ വീണ്ടും പ്രതിഷേധങ്ങൾ ഉൾപ്പെടെയുള്ളവ വീണ്ടും പ്ലാൻ ചെയ്യുന്നുണ്ട്. മന്ത്രി അല്പസമയത്തിനകം തന്നെ എത്തും. ഗതാഗത വകുപ്പും ഈ വിഷയത്തിൽ കാര്യമായി ഇടപെട്ടിട്ടുണ്ട്. ഈ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും എന്നാണ് ഗതാഗത മന്ത്രി പറഞ്ഞത്. അതായത് ഓവർലോഡ് പിടിക്കാൻ ചെന്നാൽ
വലിയ എതിർപ്പ് സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു കോക്കസുകൾക്കും വഴങ്ങാൻ ഇനിയില്ല എന്നുള്ള ഒരു കടുത്ത നിലപാട് ഗതാഗത വകുപ്പ് മന്ത്രി എടുത്തു. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അത്തരത്തിൽ ഓവർലോഡ് പിടിച്ചാൽ ഡ്രൈവറുടെ ലൈസൻസ് 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യണമെന്നാണ് ചട്ടം. അങ്ങനെ ചട്ടം പാലിക്കാൻ ഒരുങ്ങുമ്പോഴൊക്കെ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇനി അത്തരത്തിലൊരു പ്രതിഷേധത്തിനും വഴങ്ങിക്കൊടുക്കാനില്ല. കാരണം ഗുരുതരമായ പ്രശ്നമാണ്. അത്തരത്തിൽ നിരവധി വലിയ വാഹനങ്ങളും മണലും കല്ലും ഒപ്പം ഇത്തരത്തിൽ പാറക്കല്ലുകളും ഒക്കെ കയറ്റി വരുന്ന ലോറികളിൽ മിക്കതും ഓവർലോഡായാണ് പോകുന്നത്. മാത്രമല്ല ഓവർ സ്പീഡുമാണ്. അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. മാത്രമല്ല മന്ത്രി വ്യക്തമാക്കിയ പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കാനായി ലൈസൻസിൽ ഉൾപ്പെടെ ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ താൻ ശ്രമിച്ചപ്പോഴൊക്കെ വലിയ പ്രതിഷേധം ഉയർന്നതാണ്. അതിനുശേഷം ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ വീണ്ടും എന്തുകൊണ്ട് എന്നൊരു ചോദ്യം വരുന്നു. അതുകൊണ്ട് തന്നെ കടുത്ത നടപടികളിലേക്ക് വരും ദിവസങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പ് തന്നെ കടക്കും. ശരി, നാടിന്റെ നോവായി അനന്തു മാറിയിരിക്കുന്നു. വിഴിഞ്ഞത്ത് ടിപ്പറിൽ നിന്ന് കരിങ്കല്ല് തലയിലേക്ക് തെറിച്ചു വീണാണ് അനന്തുവിന്റെ മരണം സംഭവിച്ചത്. സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. അനന്തു പഠിച്ച നിംസ് കോളേജിൽ പൊതുദർശനം നടക്കുന്നു. സലിം മാലിക് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഇത്തരം അലംഭാവം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് ലൈസൻസിംഗിൽ ഉൾപ്പെടെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഉൾപ്പെടെ പുതിയ പരിഷ്കാരങ്ങൾ താൻ കൊണ്ടുവരാൻ ശ്രമിച്ചതെന്ന് ഗതാഗത മന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ശരിയായ നടപടികൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.